വയനാട് മുള്ളൻകൊല്ലി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വികസന സെമിനാറിൽ വാക്കേറ്റം. DCC പ്രസിഡന്റ് ND അപ്പച്ചനും പ്രാദേശിക നേതാക്കളും തമ്മിലായിരുന്നു വാക്കേറ്റം. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നടന്ന പൊതുയോഗത്തിനിടെയാണ് പ്രശ്നമുണ്ടായത്. നിലവിലെ മണ്ഡലം പ്രസിഡന്റിനെ മാറ്റണമെന്നതായിരുന്നു കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകളുടെ ആവശ്യം. എന്നാൽ ഇത് അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് വാക്കേറ്റത്തിലേക്ക് കടന്നത്. സംഘർഷത്തെ തുടർന്ന് സെമിനാർ നടത്താനായില്ല. ഫൈസൽ നടുമ്പാല ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. ഫൈസൽ, എന്തിനായിരുന്നു ഈ കയ്യേറ്റം? ആരാണ് ND അപ്പച്ചനെതിരെ നേതൃത്വത്തിനെതിരെ പ്രതിഷേധിച്ചത്? സച്ചിൻ, മുള്ളംകൊല്ലിയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി കോൺഗ്രസിൽ സംഘടനാ തർക്കം രൂക്ഷമായി വരികയാണ്. അതിന്റെ ഒരു പരസ്യമായിട്ടുള്ള ഒരു പ്രതിഷേധവും വാക്കേറ്റവുമാണ് ഇന്ന് കണ്ടത്. KPCCയുടെ നിർദ്ദേശപ്രകാരം എല്ലാ പഞ്ചായത്തുകളിലും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വികസന സെമിനാർ എന്ന പേരിൽ പരിപാടികൾ നടന്നു വരികയാണ്. ഇതിന്റെ ഈ ആഹ്വാന പ്രകാരമാണ് ഇന്ന് മുള്ളംകൊല്ലിയിലും സമാനമായ രീതിയിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇപ്പൊ ഒരു പരിപാടി നടന്നു വന്നത്. ഈ പരിപാടിയിൽ DCC പ്രസിഡന്റായിരിക്കുന്ന ND അപ്പച്ചൻ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ മുള്ളംകൊല്ലി പഞ്ചായത്തിന്റെ മുള്ളംകൊല്ലി മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഈ നിലവിലുള്ള പ്രസിഡന്റിനെ മാറ്റണം എന്നതായിരുന്നു ഒരു വിഭാഗം ആളുകളുടെ ആവശ്യം. ഈ പ്രസിഡന്റ് നിലവിൽ ND അപ്പച്ചന് വേണ്ടപ്പെട്ട ആളാണെന്നും അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, സംഘടനാപരമായ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ മാറ്റണം എന്നുള്ളതും മറ്റൊരു വിഭാഗം ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിലവിലുള്ള ND അപ്പച്ചൻ വിഭാഗത്തിലെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇന്ന് നടന്ന യോഗത്തിൽ ഒരു വിഭാഗം ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് ഈ ND അപ്പച്ചന് താല്പര്യമുള്ള അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ യോഗം നടത്തിയതാണ് പ്രതിഷേധത്തിനെതിരായ. ഇത് മറുവിഭാഗത്തിലുള്ള ആളുകൾ പുറത്തുനിന്ന് മുദ്രാവാക്യം വിളിക്കുകയും തുടർന്ന് യോഗം നടക്കുന്ന ഹാളിലേക്ക് കയറി ചെല്ലുകയും തുടർന്ന് ND അപ്പച്ചനുമായി നേർക്കുനേർ വാക്കേറ്റത്തിൽ ഏർപ്പെടുകയുമായിരുന്നു. ഈ പ്രസിഡന്റിനെ മാറ്റണം എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സംഘടനാപരമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രസിഡന്റിനെ നിലവിൽ മാറ്റാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിയിലേക്കൊന്നും കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നത്തിലേക്ക് കലാശിച്ചത്. ശരി, ഫൈസൽ നെടുമ്പാലയാണ് വിശദാംശം നൽകിയത്.